അതുപോലെ നടൻ ശ്രീനിവാസന്റെ മരണ സമയത്തും ഇത് തന്നെയായിരുന്നു സാഹചര്യം. മാധ്യമപ്രവർത്തകർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതേസമയം ഞങ്ങളും ഇത് വിമർശനാത്മകമായി തന്നെയാണ് വിലയിരുത്തുന്നത്. അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നോ രണ്ടോ യൂണിറ്റുകൾ ഒക്കെ ഉപയോഗിക്കേണ്ടതായി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ തന്നെ ആ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നു. സ്വാഭാവികമായും പ്രേക്ഷകർ അവിടെ ആശുപത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് താല്പര്യമുണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ ഒരു യൂണിറ്റ് നൽകേണ്ടതായി വരും. പിന്നീട് ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. അവിടെ പൊതുദർശനത്തിന് വെക്കുമ്പോൾ ആ കാഴ്ച നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായി വരും. വസതിയിലെ ഒരുക്കങ്ങൾ, ഇങ്ങനെ ഏറ്റവും അനിവാര്യമാകുന്ന തരത്തിലാണ് നമ്മൾ സംവിധാനങ്ങൾ ക്രമീകരിക്കുക. പക്ഷേ ചാനലുകൾക്കിടയിൽ പോലും ഇത് തെറ്റായ ഒരു പ്രവണത വരുത്തിവെക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു. ആ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ചാനലിന് ഒരു പ്രതിനിധി മതി. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. ചാനലുകൾ തന്നെ 2-3 ക്യാമറ യൂണിറ്റുകൾ അനാവശ്യമായി വിട്ടു നൽകുന്ന ഒരു തെറ്റായ പ്രവണത നമുക്കിടയിലും രൂപപ്പെട്ടു വരുന്നു എന്നതല്ലേ വസ്തുത, അരുൺ? തീർച്ചയായിട്ടും കണ്ടന്റുകൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് അക്ഷരാർത്ഥത്തിൽ എല്ലായിടവും നടക്കുന്നത്. നവമി സൂചിപ്പിച്ച പോലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രം പഴിചാരി മുഖ്യധാര മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് വേണം പറയേണ്ടി വരുന്നത്. കാരണം പലപ്പോഴും നവമി സൂചിപ്പിച്ചത് നടൻ ശ്രീനിവാസന്റെ അന്തിമോപചാര ചടങ്ങുകൾ, അദ്ദേഹത്തിന്റെ മരണ ചടങ്ങുകൾ, ആ സമയം ഇന്നലെ സലിംകുമാറിന്റെ മരണ ചടങ്ങുകളൊക്കെയുള്ള അവസരങ്ങൾ മാത്രമാണ്. പക്ഷെ അവിടെ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രധാനപ്പെട്ട നേതാവ്, കോൺഗ്രസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ദേശീയ നേതാവ്, കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനം വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വസതിയുടെ ജനലിനുള്ളിലേക്ക്, അവിടെ സ്ത്രീകളും അതിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹവും മാത്രമേ ഈ സ്ഥലത്തേക്ക് മൊബൈൽ ക്യാമറകൾ നിരന്തരമായി അവിടെ തന്നെ ജനൽ തുറന്ന് മൊബൈൽ ക്യാമറയിനുള്ളിലേക്ക് വയ്ക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അത് സ്വാഭാവികമായും മുഖ്യധാര മാധ്യമങ്ങളല്ല, നവമി സൂചിപ്പിച്ച പോലെയുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെയാണ്. പല പേരുകൾ അറിയപ്പെടുന്ന അത്തരം മാധ്യമങ്ങൾ ഒരു ക്യാമറ, ഒരു മൊബൈൽ അവരുടെ ജനലിനുള്ളിലാണ്. എന്ത് സ്വകാര്യതയാണ് ഈ നേതാക്കൾക്ക്? നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കൾക്ക് അവർക്ക് അവരുടേതായ സ്വകാര്യ ഇടങ്ങൾ തീർച്ചയായും നൽകേണ്ടതുണ്ട്. അവർ പങ്കിട്ട് ചർച്ചകളൊക്കെ വാർത്താ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കെ സി വേണുഗോപാലിന്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ ഒക്കെ ആ സമയത്ത് വന്നാൽ അത് വാർത്ത തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ മാധ്യമങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വാതിലടച്ചാൽ പിന്നീട് അവിടേക്ക് പോകരുതെന്ന ഒരു മര്യാദ. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പലപ്പോഴും മാധ്യമങ്ങളെ അകറ്റി നിർത്താൻ നേതാക്കൾ നിർബന്ധമാകുന്നു? സെക്രട്ടേറിയറ്റിൽ മാധ്യമ വിലക്കുണ്ട്, അത് ശരിയായ കാര്യമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവിടെ ഉണ്ടായ തിക്കും തിരക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വഴിയിൽ, അത് മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമല്ല നവമാധ്യമങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്നവരൊക്കെ അവിടെയുണ്ട്. കന്റോൺമെന്റ് ഹൌസിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഒരിക്കൽ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശൻ അദ്ദേഹത്തെ കാണാൻ തലസ്ഥാനത്തെ മതമേലധ്യക്ഷന്മാർ എത്തുന്നു. അവർക്കൊപ്പം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്തണം, അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കണം. അതിനുവേണ്ടി അദ്ദേഹം നിൽക്കുമ്പോൾ അവിടെ ഇടിച്ചു കയറിയ ആളുകളുടെ എണ്ണം കണ്ട ലക്ഷാത് ഞെട്ടിപ്പോകും. എല്ലാ ചാനലുകൾക്കും ഒരു യൂണിറ്റ് നമ്മൾ പറയുന്ന ഈ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ചാനലുകളുടെ മത്സരം തന്നെ വലിയ പ്രശ്നമാണ്. അതിൽ ശരിക്കും വീണ്ടും 3-4 യൂണിറ്റ് അവിടേക്ക് വരികയും അവസാനം വി.ഡി. സതീശന്റെ മുന്നിൽ ഇറങ്ങി നിന്ന് ഞാൻ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ക്യാമറകളുമായി നിങ്ങളുടെ സ്റ്റാൻഡുകളിലേക്ക്, ട്രൈപോഡുകളിലേക്ക് പോകണം, അല്ലാതെ സംസാരിക്കില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. പിണറായി വിജയനെ കാണാൻ വി.ഡി. സതീശൻ എത്തുമ്പോൾ എല്ലാം ഒരു സമയം വരെ സുരക്ഷിതമായിരുന്നു. പക്ഷേ വി.ഡി. സതീശനും പിണറായിയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നയുടൻ ഒരു ചാനലിന്റെ ക്യാമറാമാൻ പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് എല്ലാവരും ഈ ക്യാമറ സെറ്റ് ചെയ്ത സ്ഥലത്ത് മുന്നിലേക്ക് ആയിരുന്നു. അതോടുകൂടി എല്ലാവരും ഇടിച്ചു കയറുന്നു. പിണറായി വിജയൻ ഒരുപക്ഷെ അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ആ തിരക്കിൽപ്പെട്ട് അദ്ദേഹം വീഴാൻ പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. വി.ഡി. സതീശൻ ഇടപെടുന്നു. ഇതെന്താണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വി.ഡി. സതീശൻ പിണറായി കയറി പിടിച്ചില്ലായിരുന്നു. ഒരുപക്ഷെ അന്ന് അദ്ദേഹം അവിടെ മറിഞ്ഞു വീണേക്കാം. അങ്ങനെ പലയിടങ്ങളിലും, അത് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രം ചുരുക്കിക്കാണാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഉൾപ്പെടെയുള്ള, നമ്മൾ ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾക്ക് ഒന്നിലധികം യൂണിറ്റുകളുമായി വരുന്നു. തങ്ങളുടെ റിപ്പോർട്ടിന്റെ മുഖവും ശബ്ദവും വരാൻ അവിടെ സ്വാഭാവികമായി വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളുകളൊക്കെ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് ഒന്നിലധികം യൂണിറ്റുകൾ എത്തുന്നു, ക്യാമറമാൻ എത്തുന്നു. ഇപ്പോൾ ഒരു പ്രവണതയുള്ളത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിലേക്ക് നേരത്തെയൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇത്തരം വാർത്താ സമ്മേളനങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പേര് പറയുന്നില്ല ഞാൻ, പക്ഷെ അത്തരം ഈ സ്വയം മാധ്യമങ്ങളായി മാറുന്ന ഒരു മൊബൈലുമായി മാധ്യമ പ്രവർത്തനം എന്ന പേര് വരുന്ന ഇത്തരം സ്പൈ
KYC രംഗങ്ങൾക്ക് വേണ്ടി മാത്രം മൊബൈൽ തുറക്കുന്ന ആളുകൾ കൂടി എത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ വലിയ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയാകും ഉണ്ടാവുക. പിണറായി വിജയൻ മാധ്യമങ്ങൾ നിയന്ത്രിച്ചു വലിയ രീതിയിൽ സങ്കടപ്പെട്ടവരാണ് നമ്മളെല്ലാം. പക്ഷേ അന്ന് നിയന്ത്രിക്കാനിടയ കാരണം മുഖ്യമന്ത്രിയെ VD സതീശൻ തന്നെ ഇത്തവണ പറഞ്ഞത്, എന്തുകൊണ്ട് ഞാൻ 10 തവണ 11 തവണ മുഖ്യമന്ത്രി പ്രതികരിക്കാതെ പോയി എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, പക്ഷേ എന്റെ കവിളിൽ ഒരു മൈക്ക് കുത്തി എന്ന് VD സതീശൻ പറയുകയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ? അവിടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമാകാം ഒരു ഡൽഹിയിൽ ഇത്തരം മറ്റ് മുഖ്യധാര നവമാധ്യമങ്ങൾ ഈ യൂട്യൂബ് മാധ്യമങ്ങളൊന്നും അങ്ങനെ ഇടിച്ചു കയറി ചെല്ലുന്ന സ്ഥലങ്ങളല്ല. അവിടെ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ സമൂഹം കൂടി അതിന് ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ വിലക്കുകളിലേക്ക് ഈ നേതാക്കൾ അവരുടെ ഇടങ്ങൾ, അവരുടെ സ്വകാര്യ ഇടങ്ങൾ, അവരുടെ വസതികളൊക്കെ പോകേണ്ടി വരും. ഈ പ്രത്യേകിച്ച് മരണാനന്തരങ്ങൾ പോലെ സെലിബ്രിറ്റികളുടെ ഇടങ്ങളിൽ നമുക്ക് കടന്നു കയറാൻ കഴിയാത്ത, ഒരിടത്തേക്കും കടന്നു കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നമുക്ക് നേരത്തെ കണ്ടതാണ് അമ്മയുടെ യോഗങ്ങളിലൊക്കെ സ്വകാര്യ ആളുകൾക്ക് അതൊരു കോൺട്രാക്റ്റായി കൊടുത്തുകൊണ്ട് ഇടയ്ക്ക് അമ്മയുടെ മീറ്റിംഗുകളൊക്കെ പോയി നോമിക്ക് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാം. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയുടെ മരണ ചടങ്ങുകളിലും അതുപോലെ അവസാനം വരെ അവർ സഹകരിച്ചു. പക്ഷേ അതിനുശേഷം ഈ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ തീരുമാനമെടുത്തു, ചിത കത്തിക്കുന്ന ചടങ്ങ് മാധ്യമങ്ങൾ എടുക്കേണ്ട എന്നൊരു കടുത്ത നിലപാട് അവിടെ സ്വീകരിച്ചു. നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നു. അത്തരം ചില നിയന്ത്രണങ്ങൾ ഇത്തരം സെലിബ്രിറ്റികൾ കൂടി എടുക്കും എന്ന് ഉറപ്പാണ്. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് നമ്മൾ തന്നെ വഴി തുറന്ന് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ ഈ കണ്ടന്റിന് വേണ്ടിയുള്ള കിടമത്സരം. അത് നവമാധ്യമങ്ങൾക്ക്, ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് മുഖ്യധാര മാധ്യമങ്ങൾക്കും അതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. യെസ്, നവമാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും അത് വലിയൊരു ആൾക്കൂട്ടമായി മാറുന്ന സാഹചര്യത്തിൽ ആണ് പലപ്പോഴും ഇനി കടക്ക് പുറത്ത് എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.